വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഈ ദേവകി അമ്മയും കൂട്ടിക്കൊണ്ട് ശാലിനിയുടെ ക്യാബിനിലേക്ക് അനുപല്ലവി എത്തുന്നുണ്ട്. അന്നേരം അനുപല്ലവി പറയുന്നത് ദേവകി അമ്മ കുറച്ച് സങ്കടങ്ങളുണ്ട്, അത് മാഡത്തെ കണ്ട് പറയാനാണ് വന്നത് എന്ന് പറയുമ്പോൾ ദേവകി അമ്മ ഇരിക്കുമെന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം വേണ്ട സാറേ, ഞാനിവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം വേണ്ട, നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കസേരയിട്ടിരിക്കുന്നത്, ഇരിക്കുമെന്ന് നിർബന്ധിച്ച് പറയുമ്പോൾ ഇരിക്കുന്നുണ്ട്. അന്നേരം എന്താണ് പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്കൊരു മകനുണ്ട്, +2 വരെ അവനെ ഞാൻ പഠിപ്പിച്ചു, തൊഴിലുറപ്പിന് പോയി കൂലിവേലയൊക്കെ എടുത്താണ് അവനെ ഞാൻ പഠിപ്പിച്ചത്. പക്ഷേ അവനിപ്പോൾ അവൻ്റെ ജീവിതം വഴിവിട്ട് പോയിരിക്കുകയാണ്. പിന്നെ അവനെ കൂടാതെ ഒരു അനിയത്തി കൂടി, ഒരു മോള് കൂടിയുണ്ട് പിന്നെ എന്ന് പറയുന്നുണ്ട്. അന്നേരം ദേവമ്മയുടെ ഭർത്താവ് ഞാൻ ചോദിക്കുമ്പോൾ കുടിച്ച് ജീവിതം നശിപ്പിച്ചു, 4 വർഷം മുമ്പ് മരിച്ചു പോയി. പക്ഷേ ഇപ്പോൾ മകനാണെങ്കിൽ അച്ഛനേക്കാൾ മോശമായ വഴിയിലൂടെയാണ് പോകുന്നത്, മയക്കുമരുന്ന് എന്നിങ്ങനെ പറയുകയാണ്. കുറേ കൂട്ടുകെട്ടുണ്ട് അവന്, അതവനെ ചീത്തയാക്കുകയാണ്. പിന്നെ ഞാനും എൻ്റെ മോളും കൂടി വീട്ടിലിപ്പോൾ ജീവനിൽ പേടിയോടെയാണ് കഴിയുന്നത്. ഒരു പേടിയാണ്, എൻ്റെ മോളെയും കൊണ്ട് അവിടെ ഒരു രാത്രി ഉറങ്ങാൻ തന്നെ പേടിയാണ്. മകനെ പേടിച്ച് വെട്ടുകത്തിയും തലക്കിൽ വെച്ച് കിടക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ നിങ്ങൾക്ക് സാറിന് ഊഹിക്കാമല്ലോ. എൻ്റെ മോനെ തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇത് പോലീസിലൊക്കെ പരാതി കൊടുത്തു നോക്കി, പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. സാറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നിന്നെങ്കിലും നീതി കിട്ടുമെന്ന് തോന്നി, അതാണ് ഇവിടേക്ക് വന്നത്. പിന്നെ ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൊഴുതങ്ങ് കരയുകയാണ്. ഒരു കരഞ്ഞങ്ങ് പറയുന്ന കാണുമ്പോൾ ശാലിനിക്കും പിന്നെ അനുപല്ലവിക്കും ആകെ വിഷമം തോന്നുന്നുണ്ട്. ശാലിനി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ ദേവമ്മയെ സമാധാനിപ്പിക്കുകയാണ്. എന്തിനാ കരയുന്നത്, അങ്ങനെയൊന്നും വേണ്ട, വാക്കുകൾക്ക് ഉണ്ട് പിന്നെ ആശ്വാസമാവില്ലെന്നറിയാം, പ്രവർത്തിച്ച് തന്നെ കാണിക്കും. ദേവികമ്മയുടെ മകനെ പഴയ മകനായിട്ട് തിരിച്ച് തന്നെ കൊണ്ടുവരിക തന്നെ ചെയ്യും, ഇത് ഞാൻ ഉറപ്പ് തരികയാണെന്ന് പറയുമ്പോൾ എങ്കിൽ സാറിനെ ദൈവം രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് കരയുകയാണ്. അന്നേരം എന്തായത്, ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ എല്ലാം ശരിയാക്കാമെന്നിങ്ങനെ പറയുമ്പോൾ സാറിനെ ദൈവം രക്ഷിക്കും, ദൈവം കാക്കും എന്നൊക്കെ ഇങ്ങനെ തൊഴുതുകൊണ്ട് പറയുകയാണ്. അതായത് അവരുടെ മകനെ ആ ഒരു മയക്കുമരുന്ന് മാഫിയയിൽ നിന്ന് രക്ഷിച്ച് പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞിട്ട് പോകുന്നത്. അന്നേരം ധൈര്യമായിട്ട് പോയിക്കോളൂ, ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് തന്നെ തൊഴുത് ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അന്നേരം ഈ അനുപല്ലവി പറയുകയാണ്, ഇപ്പോൾ +2 മുതൽ തുടങ്ങും, എല്ലാ സ്കൂളിലും കോളേജിലും ഒക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. അന്നേരം നമുക്ക് മയക്കുമരുന്ന് മാഫിയത്തോടെ ചെറിയ തന്നെ വേണം, അതിന് വേരുകൾ അറുക്കുകയാണ് വേണ്ടത്. അതിന് നമുക്ക് ദേവകിയമ്മയുടെ മകൻ ദിലീപിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നിങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ്. മയക്കുമരുന്നിനെ കളക്ടർ ശാലിനി ആഞ്ഞടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട്. അന്നേരം ദേവകി അമ്മയാണെങ്കിൽ ഈ മകനെക്കുറിച്ച് കളക്ടറോട് ഇങ്ങനെ സങ്കടം പറയുമ്പോൾ ആ ഒരു നെഗറ്റീവ് ഫിലിം എന്ന പോലെ കുറേ കുട്ടികളിങ്ങനെ ഇരിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട്. അതിനുശേഷം അവിടെ സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നായരാണെങ്കിലും ഉമ്മർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അകത്ത് സത്യയും പപ്പിയും കൂടി സെറ്റിലിരിക്കുകയാണ്. എന്നിട്ട് സത്യ പറയുന്നുണ്ട്, പപ്പി ഇന്ന് നമുക്ക് അമ്മയുടെ അടുത്ത് പോകാൻ പറ്റിയില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു സൂത്രം കണ്ടുപിടിക്കണമെന്നിങ്ങനെ പപ്പിയും പറഞ്ഞ് അവരിയ്ക്കുമ്പോൾ പൊന്നി 2 പേർക്കുള്ള ഭക്ഷണമായിട്ട് വരികയാണ്. എന്നിട്ട് കുട്ടികൾ നേരെ കൊടുക്കുന്നുണ്ട്. 2 പേര് കഴിച്ചേ, നിങ്ങൾ അടുക്കളയിലേക്ക് വരാത്തതുകൊണ്ടാണ് ആൻറ്റി പൊന്നാൻറ്റി ഇങ്ങോട്ടത്തെ കൊണ്ടുവന്ന് കഴിച്ചതെന്ന് പറയുകയാണ്. അന്നേരം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയാൽ മതി എന്ന് പറയുമ്പോൾ അത് പോകാമല്ലോ, ഇപ്പോൾ ഇത് കഴിക്കുകയെന്ന് പറയുകയാണ്. അന്നേരം വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഫാമ അകത്തു നിന്ന് വരികയാണ്. അന്നേരം എന്തായത്, ഭക്ഷണം കഴിക്കുക എന്ന് പറയുകയാണ്. അന്നേരം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം അമ്മയില്ല, നിങ്ങൾ ഇവിടെയാണ് നിൽക്കേണ്ടത്, എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചു എന്ന് പറയുകയാണ്. അന്നേരം എന്നാൽ ഞങ്ങൾ കഴിക്കില്ല, ഞങ്ങൾ പട്ടിണി കിടക്കും എന്നിങ്ങനെ പറയുകയാണ്. സത്യ പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ആര് പറഞ്ഞു തരുന്നു നിങ്ങൾക്ക്, അമ്മ പഠിപ്പിച്ചതായിരിക്കും, കുറേ അധിക പട്ടിണി കിടന്നതല്ലേ എന്നിങ്ങനെ പറയുമ്പോഴും ഞങ്ങളുടെ അമ്മയെ കുറ്റം പറയുന്നിടത്ത് ഞങ്ങൾ നിൽക്കില്ല എന്നിങ്ങനെ സത്യയും പപ്പിയും പറയുന്നുണ്ട്. അന്നേരം കൊള്ളാമല്ലോ, നിങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൊന്നിയുടെ കയ്യിൽ നിന്നും ഒരു പ്ലേറ്റിൽ ഭക്ഷണം വാങ്ങിയിട്ട് അതെടുത്ത് പപ്പി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പപ്പിയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. പപ്പി ഇങ്ങനെ മുഖം വെട്ടിച്ച് പോവുകയാണ്. അന്നേരം കഴിക്കുക എന്ന് പറയുമ്പോൾ പപ്പി വായ തുറക്കുന്നില്ല. അന്നേരം അകത്ത് നിന്നും വെളിയിൽ നിന്ന് രാഘവൻ നായർ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അന്നേരം ഭാമ ഇത് എന്ത് ഭാവിച്ചാണ്, ഭാമയെന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ്. അന്നേരം കണ്ടില്ല രാഘവേട്ട, അവർ കഴിക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു തക്കത്തിന് വാ സത്യയെന്ന് വിളിച്ചുകൊണ്ട് പപ്പിയാണെങ്കിൽ സത്യം പിടിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് ഓടുകയാണ്. അന്നേരം സത്യഭാമ വിളിക്കുന്നുണ്ടെങ്കിൽ നിൽക്കുന്നില്ല. അന്നേരം കണ്ടില്ലേ 2 പേരും ഇവരെ കഴിപ്പിക്കാൻ പറ്റുമോ, ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യാമ്മയെ ഞാൻ കഴിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പൊന്നി ആ പ്ലേറ്റ് വാങ്ങി അവരുടെ പിന്നാലെ അങ്ങ് പോകുന്നുണ്ട്. അന്നേരം 2ൻ്റെ ഒടുക്കത്തെ വാശിയാണെന്ന് പറയുമ്പോൾ വാശിയുടെ കാര്യത്തിൽ അച്ചമ്മ ഒട്ട് മോശമല്ലല്ലോ, 10 ഗുണം 10 എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഭാമേ നീ ഇവരെ അവരുടെ അമ്മയുടെ കൂടെ വിടുന്നതാണ് നല്ലത്, ഇത്തിരിയെങ്കിലും സ്നേഹം അവർക്ക് ഇപ്പോൾ നിന്നോടുണ്ട്, അതും കൂടി ഇല്ലാതാക്കരുത്, അല്ലെങ്കിൽ അവർ നീ ഇല്ലാതാകാൻ തന്നെ സർവേശ്വരനോട് ചിലപ്പം പ്രാർത്ഥിക്കും. അത് എന്തിനാ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ സഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, കുട്ടികൾ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് നിൽക്കേണ്ടത്, ഈ ഒരു സ്നേഹം നിലനിൽക്കണമെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് മക്കളെ എന്തി എന്നൊക്കെ വിളിച്ചുകൊണ്ട് രാഘവൻ നായരും പിള്ളേരുടെ പിന്നാലെ പോവുകയാണ്. ഭാമ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്.
ഇതേസമയം അവിടെ ശിവൻ്റെ വീട്ടിലെ ശാലിനിയാണെങ്കിൽ ശാലിനിയും റാണിയും കൂടി ചന്ദ്രയ്ക്ക് ഇങ്ങനെ ഭക്ഷണം വിളമ്പുകയാണ്. ശാലിനിയും വിളമ്പുന്നുണ്ട്. എന്നിട്ട് ശാലിനിയാണെങ്കിൽ വേറെ 2 പാത്രത്തിലുമൊക്കെ ഭക്ഷണം വിളമ്പുകയാണ്. അന്നേരം റാണി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആർക്കാ ചേച്ചി? അന്നേരം ഞാൻ കുട്ടികൾ ഉണ്ട് എന്ന ഓർമ്മയിൽ എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി വിഷമിച്ച് അങ്ങോട്ടിരിക്കുകയാണ്. അന്നേരം ഈ ചന്ദ്രയാണെങ്കിൽ ഭക്ഷണത്തിന് മുന്നിൽ ആകെ വിഷമിച്ച് കരഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അന്നേരം മുഴുവനും കഴിക്കണമെന്നൊക്കെ റാണി പറയുന്നുണ്ട്. ചന്ദ്ര അത് കഴിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പിന്നെ ശാലിനിയോടാണെങ്കിൽ റാണി പറയുന്നുണ്ട്, കുട്ടികളെ വിളിച്ചുകൊണ്ട് വരണം ചേച്ചി, എന്നാലേ ഇവിടെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഇവിടുത്തെ ദുഃഖാന്തരീക്ഷമൊക്കെ മാറുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം അവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, പക്ഷേ 1-2 ദിവസമൊക്കെ അവർ എന്നെ കാണാൻ നിൽക്കും, പക്ഷെ പിന്നീട് വഴക്കുണ്ടാക്കും എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഭക്ഷണം വിളമ്പിയ കാര്യം പറയുന്നുണ്ട്, ഇതിപ്പോൾ എനിക്കും അബദ്ധം പറ്റാറുണ്ട്, അച്ഛന് ഉണ്ടെന്ന് കരുതി ഞാനും വിളമ്പാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് സാരമില്ല എന്ന് പറയുകയാണ്. അന്നേരമാണെങ്കിൽ ശാലിനി ഇരിക്കുന്നുണ്ട്. അന്നേരം ശിവൻ അവിടെ മുറ്റത്ത് ബൈക്കിൽ എത്തുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് കയറി വരികയാണ്. അന്നേരം അല്ല ശിവനെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ശിവൻ കയറി വരുന്നത്. അന്നേരം എനിക്ക് കൂടി റാണി വിളമ്പ് എന്ന് പറയുമ്പോൾ വിളമ്പി വെച്ചിരിക്കുകയല്ലേ, പക്ഷേ ശിവേട്ടനല്ല ശാലിനി ചേച്ചിയുടെ കുട്ടികൾക്കാണെന്ന് പറയുമ്പോൾ അതിന് അവരിവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊക്കെ കഴുകി ശിവനും വന്നിരിക്കുന്നുണ്ട്. അന്നേരം ചേച്ചി ഓർക്കാതെ വിളമ്പിയതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയുടെ മുഖം ഇങ്ങനെ ശിവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം നാളെ എന്തായാലും ഒന്നുകൂടി പോയി വിളിച്ചു നോക്കാം, ശാലിനിയും കൂടി വാ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഞാനും പറയുകയായിരുന്നു വിളിച്ചുകൊണ്ട് വരണം എന്നിങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അല്ലെങ്കിൽ സ്കൂളിൽ പോയി കൊണ്ടുവരണം എന്നിങ്ങനെ ചന്ദ്ര പറയുകയാണ്. അന്നേരം എന്തായാലും നാളെ നോക്കാം, ഇന്നിങ്ങനെ പോട്ടെ എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം ഈ സംസാരമൊന്നും ശ്രദ്ധിക്കാതെ ചന്ദ്രയാണെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. അന്നേരം എന്താ നീ കഴിക്കുന്നില്ലേ എന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പോൾ ഇല്ല ഏട്ടാ വിശപ്പില്ല എന്നിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് റൂമിലേക്ക് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. അന്നേരം റാണി പറയുന്നുണ്ട്, ചന്ദ്രയുടെ കഴിപ്പൊക്കെ ഇങ്ങനെ തന്നെയാണ്, നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഭക്ഷണത്തിന് മുന്നേ വന്നിരിക്കും, എന്നിട്ടങ്ങ് എഴുന്നേറ്റ് പോകുമെന്ന്. തുടർന്നാണെങ്കിൽ ശിവൻ പറയുന്നുണ്ട്, പ്രകാശിനെ ഇടിപ്പിച്ച വണ്ടിയുടെ ഡ്രൈവർ സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിച്ചതെന്നാണ് അവൻ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രയാണെങ്കിൽ അത് വാതിൽക്കൽ നിന്നത് കേട്ടിങ്ങനെ ആകെ ഷോക്കിൽ നിൽക്കുകയാണ്. ശാലിനിയും അത് കേട്ടൊന്ന് ഷോക്കാവുന്നുണ്ടോ, മഹേന്ദ്രൻ ഇങ്ങനെ മകളുടെ താലിയെടുപ്പിക്കാനായിട്ട് ഇങ്ങനെ ചെയ്തു എന്നത് ഓർമ്മിച്ചിട്ട്. തുടർന്ന് ആ രാത്രി തന്നെയാണ് അവിടെ സത്യഭാമയുടെ വീട്ടിലെ കുട്ടികൾ നല്ല ഉറക്കത്തിലാണ്. ഭാമയുടെയും രാഘവനാരുടെയും കൂടെയാണ് നടുക്ക് ഈ കുട്ടികളിങ്ങനെ ഉറങ്ങുന്നത്. അന്നേരം രാഘവനാർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഭാമയും കുട്ടികളും നല്ല ഉറക്കത്തിലാണ്. അന്നേരം രാഘവനാർ പതുക്കെ എഴുന്നേറ്റ് സ്റ്റിക്കൊക്കെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ സത്യമോളെ എന്ന് വിളിക്കുകയാണ്. അന്നേരം ഉറക്കത്തിൽ നിന്ന് എന്താ അച്ഛാന്ന് ചോദിക്കും, മിണ്ടരുതെന്ന് പറഞ്ഞ് വാ പൊത്തി പിടിക്കുകയാണ്. എഴുന്നേക്ക് എന്ന് പറയുകയാണ്. പതിയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പപ്പിയെ വിളിക്കും, പപ്പി ഇങ്ങനെ ചോദിക്കുമ്പോൾ മിണ്ടരുതെന്ന് എഴുന്നേക്ക് ഇങ്ങോട്ട് വന്നേന്ന് പറയുകയാണ്. തുടർന്ന് പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ ഹാളിലേക്ക് രണ്ടുപേരെയും കൂട്ടി രാഘവനാർ വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാമെന്ന് പറയുകയാണ്. അന്നേരം എപ്പോൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്ന് പറയും, ഇപ്പോൾ തന്നെ പോയേക്കാന്ന് പറയുകയാണ്. അന്നേരം അത് നല്ലതാണ്, ഇപ്പോഴാകുമ്പോൾ സത്യം നല്ല ഉറക്കത്തിലാണെന്ന് ഇങ്ങനെ സത്യം പറയുന്നുണ്ട്. വീട്ടിലേക്കുള്ള വഴിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ചോദിക്കും, അതൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് കുട്ടികൾ ഓടി ഇറങ്ങുകയാണ്. അന്നേരം പതിയെ വാതിൽ തുറക്കുന്നുണ്ട്. എന്നിട്ട് മുറ്റത്തേക്ക് ഓടി ഇറങ്ങുന്നുണ്ട്. അന്നേരം പതിയെ പോ ഞാൻ കൂടി വരട്ടെ എന്ന് പറയുമ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് വന്നേ എന്നും പറഞ്ഞ് രാഘവനാരെയും പിടിച്ചുകൊണ്ട് ഈ കുട്ടികളിങ്ങനെ മുറ്റത്തൂടെ നടന്ന് ഗേറ്റ് കടക്കുന്ന ആ ഒരു ടൈമിൽ മോളിൽ നിന്നും പൊന്നി ഇത് കാണുന്നുണ്ട്. അന്നേരം പൊന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇവരിങ്ങനെ കയറ്റി കിടന്ന് പോകുന്നത്. അന്നേരം പൊന്നി കരുതുകയാണ്, ഈശ്വരാ ഇതിപ്പോൾ ശാലിനി കുഞ്ഞിൻ്റെ വീട്ടിലേക്കായിരിക്കും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് പൊന്നി ആലോചിച്ച് നിൽക്കുകയാണ് അവിടെ. ഇതേസമയം അവിടെ ആ രാത്രി തന്നെയാണ് അവിടെ മഹേന്ദ്രൻ്റെ വീട്ടിൽ. മഹേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ ശിവൻ പറഞ്ഞത് ആലോചിക്കുന്നുണ്ട്, അച്ഛനാണിത് ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ അറിഞ്ഞാൽ ഒരു വരവ് കൂടി ഞാൻ വരും എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ നിർമ്മലയാണെങ്കിൽ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ വെള്ളവും രാത്രിയിലത്തെ ടാബ്ലറ്റുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ ടീപ്പോടെ പുറത്തേക്ക് വയ്ക്കുകയാണ്. അതാ രാത്രിയിലത്തെ മരുന്നാണ്, പോകുന്നതിന് മുമ്പ് കടമാടെല്ലാം നിറവേറ്റിയിട്ട് പോകണമല്ലോ, അതിനാണ് ഇതുകൂടി തന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഇതങ്ങോട്ട് തീരുമല്ലോ, നാളെ മുതലേ എല്ലാം തനിയെടുത്ത് കഴിച്ചുകൊണ്ട് എല്ലാം മേശപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ട്, പിന്നെ നിർമ്മല ഇതിൽ എന്നെ ആരോ ചതിച്ചതാണ്, അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആരോ കുടുക്കിയ കെണിയിൽ ഞാൻ വീണ് പോയതാണ്, പിന്നെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ശരി തന്നെ, പക്ഷേ ഇതിൽ ഞാൻ നിരപരാധിയാണ് എന്ന് പറയുമ്പോൾ അതൊന്നും പിന്നെ അത് എല്ലാം വിശ്വസിച്ചല്ലേ ഞാൻ കൂടെ നിന്നത്, അവനെ കൊല്ലാനായിട്ട് ലാസറിനെ വിടുന്നത് വരെ ഞാൻ വിശ്വസിച്ചിരുന്നു, പക്ഷേ ഇനി ഞാനത് വിശ്വസിക്കില്ല, ഇനിയും എത്ര ക്രൂരതകൾ ചെയ്യാനുള്ളതാണ്, ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ അങ്ങ് കഴിഞ്ഞാൽ മതി, ഇനി എന്തായാലും ഞാനങ്ങ് യാത്ര പറയാനൊന്നും നിൽക്കുന്നില്ല, മക്കളുടെ മനസ്സ് കാണാത്ത നിങ്ങൾ വെറും ക്രൂരനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ ആക്ഷേപം സംസാരിക്കുമ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത്, പക്ഷേ നിർമ്മല വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. എന്നിട്ട് പറയുകയാണ് ഇനി ഒരു യാത്ര പറച്ചിലില്ല എന്ന് പറഞ്ഞിട്ട് നിർമ്മല അങ്ങോട്ട് തിരിയുമ്പോൾ അപ്പോൾ എല്ലാ ബന്ധങ്ങളും വേർപിരിച്ചിട്ട് പോകാനാണോ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞ് നിർമ്മല തിരിച്ചും കുറേയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും എടുക്കാതെയാണ് ഞാൻ പോകുന്നത്, എടുത്താലും അതിന് നിങ്ങൾ കണക്ക് ബോധിപ്പിക്കണ്ടേ, പിന്നെ ഇതുള്ളത് ഇവിടുത്തെ ഇതുവരെ ചെയ്തതൊക്കെ
ഇവിടെ നിന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ കൂലിയായിട്ട് അങ്ങ് കൂട്ടിയാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒന്നിനും ഞാനില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഒറ്റയ്ക്ക് നിങ്ങൾ കഴിഞ്ഞാൽ മതി, ഇനി ഇവിടെ ഈ കൊട്ടാരത്തിൽ എത്ര കാലം നിങ്ങൾക്ക് കഴിയാൻ പറ്റുമെന്നുള്ളത് ഈശ്വരൻ തന്നെ തീരുമാനിക്കും, നരകതുല്യമായിരിക്കും ജീവിതം എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് നിർമ്മല അങ്ങ് തിരിയുകയാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ മഹേന്ദ്രൻ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഈ സമയത്തൊക്കെ മഹേന്ദ്രൻ നെഞ്ച് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്. പക്ഷെ നിർമ്മല ശ്രദ്ധിക്കുന്നില്ല. മഹേന്ദ്രനും ആദ്യം ഒന്ന് ശ്രദ്ധിക്കുന്നതിന് പിന്നീട് അത് കാര്യമാക്കാതെ നിർമ്മലയുടെ എതിർത്തം ന്യായീകരിച്ചും ദേഷ്യപ്പെട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഒന്നും കൂട്ടാക്കാതെ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് നിർമ്മല അങ്ങോട്ട് ഇറങ്ങുകയാണ്, കതക് തുറന്ന് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. സിറ്റൗട്ടിലേക്ക് ഇറങ്ങുന്ന ആ ടൈമിൽ മഹേന്ദ്രൻ നന്നായിട്ട് നെഞ്ചുവേദന വന്ന് മഹേന്ദ്രൻ തറയിലേക്ക് അങ്ങ് വീഴുകയാണ്. അന്നേരം ആ ടീപ്പോഴുന്ന ഫ്ലവർ വൈസ് താഴേക്ക് വീഴുന്ന ഒരു ശബ്ദം സിറ്റൗട്ടിൽ എത്തുന്ന നിർമ്മല കേൾക്കുകയാണ്. നിർമ്മല ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് നിർമ്മല തിരിഞ്ഞു വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ മഹേന്ദ്രൻ നെഞ്ചുവേദന എടുത്ത് അവിടെ തറയിൽ കിടന്ന് പെടയുകയാണ്. അന്നേരം അയ്യോ മഹേട്ടാന്ന് പറഞ്ഞ് ഓടി വന്ന് പിടിക്കുന്നുണ്ട്. പക്ഷെ മഹേന്ദ്രന് നെഞ്ചുവേദന ശബ്ദമൊന്നും വരുന്നില്ല. അന്നേരം വെളിയിലേക്ക് നിർമ്മല ഓടി ഇറങ്ങിയിട്ട് സെക്യൂരിറ്റി ഒന്ന് പെട്ടെന്ന് വന്നേ മഹേട്ടൻ അവിടെ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റിയും ഓടി വരുന്നുണ്ട്. മഹേന്ദ്രൻ ഇങ്ങനെ നെഞ്ചുവേദന എടുത്ത് പിടയുന്നു. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ മഹേന്ദ്രൻ ഇനി രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഹോസ്പിറ്റലിലേക്ക് എന്തായാലും കൊണ്ടുപോകുമായിരിക്കും. അപ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും മനംമാറ്റം ഉണ്ടാകുമോ അതോ അതിന് രക്ഷപ്പെടില്ലേ എന്താണ് എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. പിന്നീട് ശാലിനിയാണെങ്കിൽ കുട്ടികളെ കൂട്ടാനായിട്ട് പോകുമെന്ന് പറഞ്ഞ ശിവനോടൊപ്പം, അതും എന്താണെന്ന് കാണാം. ഇനി ശ്യാമ വരുന്നതൊക്കെയാണ്, അതൊക്കെ കാണാം. അല്ല ഇവിടെ പിന്നെ രാഘവൻ നായർ കുട്ടികളെയും കൊണ്ട് പോയിക്കിട്ടുണ്ടല്ലോ രാത്രിയിൽ. അപ്പോൾ ഇനി പൊന്നി മിക്കവാറും ശാലിനിയെയോ ശിവനെയോ വിളിച്ച് അറിയിച്ചിട്ടുണ്ടാവും എന്താകും എന്നുള്ളത് കാണാം. ഓക്കെ, താങ്ക് യു.